ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആഫ്റ്റർ 1 ഇയറിന് ശേഷം ഞാൻ എൻ്റെ കോളേജിലേക്ക് ഒന്നും കൂടെ പോവാണ് കേട്ടോ, TC വാങ്ങാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫ്രണ്ട്സിൽ 2 ആൾക്കാർ അവിടെ PG എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരാൾ ബാംഗ്ലൂർ പഠിക്കുകയാണ്. അപ്പോൾ ഓർക്ക് ഞാൻ പൊതിച്ചോറ് കൊണ്ടുവന്നില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ രാവിലെ തന്നെ എണീച്ച് ചോറും ഉപ്പേരിയും ചമ്മന്തിയും നെല്ലിക്കൊക്കെ സെറ്റാക്കി പൊതിഞ്ഞ് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 8:05 ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ ഒരു 6:45 എൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയാലേക്ക് ട്രെയിൻ കിട്ടും. എന്നിട്ട് ആ പൊതിച്ചോറൊക്കെ സെറ്റാക്കി നമ്മൾ പോവാണ് ഗൈസ്. അപ്പം എന്നെ കോക്കല്ലൂരിക്ക് അച്ഛൻ കൊണ്ടാക്കി തരികയാണ് കേട്ടോ. എന്നിട്ട് കോക്കല്ലൂരിൽ നിന്ന് കൊയിലാണ്ടിക്ക് ബസ് കയറി, പിന്നെ കൊയിലാണ്ടിയിൽ നിന്ന് തൃശ്ശൂരിക്കുള്ള ട്രെയിൻ, അങ്ങനെയാണ് കേട്ടോ പോണത്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായി. പക്ഷേ TC വാങ്ങാൻ ഇന്ന് പോവാം നാളെ പോവാന്ന് പറഞ്ഞ് നീട്ടി വെച്ച് ഈ കൊല്ലം എടുക്കേണ്ടി വന്നാൽ TC ഒന്ന് പോയി വാങ്ങാൻ. അങ്ങനെ അതാ കോക്കല്ലൂരിൽ നിന്ന് ഞാൻ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളതാ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സാധാരണ ഞാൻ ഇങ്ങനെ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ട്രെയിൻ വരുന്നതിൻ്റെ ആ ഒരു മൂട്ടിലായിരുന്നു കേട്ടോ സ്റ്റേഷനിൽ എത്തുക. ജനറൽ അധികവും ബാക്കിലും ഫ്രണ്ടിലാണല്ലോ ഉണ്ടാവുക. അധികം ഞാൻ ബാക്കിലേക്കാണ് പോകുക. എന്നിട്ട് പാഞ്ഞ് കയറലായിരുന്നു ട്രെയിനിൽ. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ മുന്നേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ട്രെയിൻ നോക്കി ഇങ്ങനെ കുത്തിരിക്കുകയാണ്. എൻ്റെ ട്രെയിൻ നോക്കിയാൽ ബാക്കിയെല്ലാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1/4 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ട്രെയിൻ എത്തി. കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട് എത്തണ വരെ എൻ്റെ അമ്മോ 2 കാലും കുത്തിയൊന്നും നിൽക്കാൻ പോലുള്ള സ്ഥലമല്ലായിരുന്നു. പിന്നെ കോഴിക്കോട് എത്തിയപ്പോൾ സീറ്റൊക്കെ കിട്ടി തൃശ്ശൂരിക്ക് പോവാണ് ഗൈസ്. ട്രെയിൻ ആയിക്കോട്ടെ ബസ് ആയിക്കോട്ടെ, ബസ്സിൽ പിന്നെ പൊതുവെ പാട്ട് ഇടും, പക്ഷെ ട്രെയിന് പോകുമ്പോൾ പാട്ട് നിർബന്ധമാണ്. ഇപ്പം ഞാൻ വെച്ച ഹെഡ്സെറ്റ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഇത് ഞാൻ ട്രെയിനിലും അങ്ങനെ എങ്ങോട്ടേലും പോകുമ്പോഴൊക്കെ വെക്കും. ഇതിപ്പോൾ കുറേ ആയത് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ ജനലിൻ്റെ അടുത്ത് നിന്ന് കാറ്റിങ്ങനെ അടിക്കുമ്പോൾ ഒരു ചെവിയിലത്തെ വീണു, പിന്നെ അത് റെഡിയാക്കി വെക്കുമ്പോൾ മറ്റേ വീണു. അങ്ങനെ ഒരു ഹെഡ്സെറ്റ് മലമ്പിടുത്തത്തിന് ശേഷം നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടോ. 3 ദിവസം മഴ പെയ്യാതെ വെയിലിങ്ങോട്ട് അറച്ചപ്പോൾ എൻ്റെ അമ്മ ഇജാതി വെയിൽ. കുട എൻ്റെ ബാഗിലുണ്ട്, പക്ഷെ അത് എടുക്കാനുള്ളൊരു മടി കാരണം എൻ്റെ കയ്യിലുള്ള ടവൽ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പം ഞാൻ പോണത് വടക്കേ സ്റ്റാൻഡിലേക്കാണ്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് കോളേജിലേക്കുള്ള ബസ് കിട്ടുക. അങ്ങനെ അതാ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ബസ്സൊക്കെ കയറി നമ്മൾ കോളേജിലേക്ക് പോവാണ് ഗായ്സ്. ഈ ഒരു തട്ടുകട ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും, മാമൻ്റെ കട. അത്യാവശ്യം റീൽസിലൊക്കെ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഇത് ഞങ്ങളെ കോളേജിലേക്ക് പോണ വഴിക്കാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ അതാ ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലിലേക്ക് കയറുന്നതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കേണ്ട കാര്യം എന്നോട് അങ്ങോട്ട് മറന്നു. പിന്നെ ഇടയ്ക്കും തലയ്ക്കൊക്കെ അത് ഓർമ്മ വരിക. അന്നപ്പോൾ എടുത്ത ഓരോ ക്ലിപ്പുകളാണ് കേട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടൊന്നും കയറാൻ പാടില്ല. ഹോസ്റ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറ്റൂല കേട്ടോ. പക്ഷെ ഞാൻ ആടെ എത്തിയ ടൈമിൽ സിസ്റ്റർമാരും പിന്നെ ത്രേസ്യേച്ചി ഉണ്ട് കേട്ടോ ഫ്രണ്ടിലിരിക്കണേ. ഓരോന്നും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വരെ കൂടെ കയറി ഇങ്ങോട്ട് പോകുന്നു. നോക്കുമ്പോൾ അതാ ഞങ്ങളൊക്കെ ഇവിടുന്ന് പോയപ്പോൾ മറ്റെന്തൊക്കെയോ വെള്ളം കിട്ടണ സാധനമൊക്കെ കൊണ്ടുവന്ന് വെച്ച്. അങ്ങനെ അതിൽ നിൽക്കി ഹൃതിക് കുടിക്കാനുള്ളൊരു സാധനമൊക്കെ വാങ്ങി തന്നി. പിന്നെ റൂമിലേക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പോയില്ല. പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ കൊണ്ടുവന്ന ചോറ് ഇതാ പുറത്തുനിന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോകുന്നത് കോളേജിലേക്കാണ് കേട്ടോ, TC വാങ്ങാൻ. ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കോളേജ്. പിന്നെ ഞങ്ങൾ മെയിൻ ഗേറ്റിൽ കൂടെ പോകേണ്ടിയിട്ട് ഇതാ മുന്നിലേക്ക് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ 3 ആളും കൂടെ TC വാങ്ങാൻ വേണ്ടി പോവാണ്. കൂടെ അങ്ങനെ നടക്കുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞെല്ലാം വരെ ഞാനിങ്ങനെ നടന്ന് കളിച്ചല്ലേ. അപ്പോൾ ഇതാണ് ഗൈസിൻ്റെ കോളേജ്, വിമല കോളേജ് ഓട്ടോണമസ് തൃശ്ശൂർ. പിന്നെ അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് തിരിഞ്ഞ് കളിച്ചിട്ട് നമ്മൾ നേരെ എൻട്രൻസിൽ പോയി TC വാങ്ങണം. അപ്പോൾ എന്നോട് പറഞ്ഞ് ID കാർഡൊക്കെ ലൈബ്രറി കൊണ്ടുപോയി കൊടുക്കാൻ. അത് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ടോക്കൺ തരുന്നിട്ട് അത് ഇവിടെ എൻട്രൻസ് കൊടുത്താൽ TCയും CCയും ഒക്കെ കിട്ടും. അങ്ങനെ അത് ID കാർഡ് കൊടുക്കാൻ വേണ്ടി ലൈബ്രറിക്ക് പോവാണ് കേട്ടോ. ഈ നേരെ കാണുന്നതാണ് കേട്ടോ ഓഡിറ്റോറിയം ഞങ്ങളെ. ചേച്ചി അതെ, ഞാൻ വ്ളോഗ് കാണുന്നുണ്ട്. ഇതിൻ്റെ ടീച്ചറിൻ്റെ ഡ്രൈവുണ്ട്. ഏത് ഡിപ്പാർട്ട്മെൻറ്റാ? ഞാൻ ബോട്ടണി. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. അങ്ങനെ എന്താ ലൈബ്രറിയിൽ എത്തി. ഇപ്പോൾ ID കാർഡൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. എനിക്കറിയില്ലായിരുന്നു ഗൈസ് ID കാർഡ് ഇനി തിരിച്ചു തരൂലാന്ന്. അതിൻ്റെ ഒരു ഫോട്ടോയെങ്കിലും എടുത്ത് വെക്കായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ വന്ന സാധനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇതാ പോകുമ്പോൾ സെക്യൂരിറ്റി അങ്കിളിൻ്റെ അടുത്ത് പോയിട്ട് വർത്താനം പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങളെല്ലാവരും നല്ല കമ്പനി ആയിരുന്നു. അപ്പോൾ അങ്കിൾ ഇങ്ങനെ ക്രിസ്ത്യൻസിൻ്റെ ഒരു സംഭവമില്ലേ, ഇങ്ങനെ അതിൻ്റെ പേരെന്നോട് മറന്നുപോയി. അങ്ങനെ കുറേ എഴുതി ആ ബോക്സിൽ ഇട്ട് വെക്കും കേട്ടോ. ഞാൻ അടുത്തേക്ക് വന്നപ്പോൾ എന്നോട് അതിൽ നിന്നൊന്ന് എടുക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ച് മുട്ടായാണെന്ന്. ചാടി കയറി പെട്ടി തുറന്നപ്പോൾ മറ്റേ സംഭവമാണ് കേട്ടോ അങ്ങനെ എഴുതിയിരുന്നത്. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു കാർഡ് എടുത്ത് വായിച്ച് അപ്പം എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി. ഇതായിരുന്നു കേട്ടോ ഞാൻ എടുത്ത കാർഡ്. വന്ന് ഇച്ചിരി നേരം അവിടെ നിൽക്കുമ്പോഴത്തേനും പോകാനുള്ള ടൈമായി. ഇത് ഞങ്ങളെ സോഫ്റ്റ്വെയറിൻ്റെ സാറാണ് കേട്ടോ, അരുൺ സാറ്. പിന്നെ അത് അതിൽ കൂടി നേരെ പോയാൽ ഞങ്ങൾ ഇൻഡോറ്. പിന്നെ സാറായിരുന്നു കേട്ടോ എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി തന്നത്. ട്രെയിനിൻ്റെ ടൈം ഏകദേശം ആവാനായിട്ടുണ്ടായിരുന്നു. ഞാൻ ബസ്സിനൊക്കെ പോയി അവിടെ എത്തുമ്പോഴത്തേനും ട്രെയിൻ എത്തേണ്ട ഇടത്തിലെത്തും.
അതിനതാ വടക്കുന്നാഥൻ്റെ മറ്റേ ആ റൗണ്ടിൽ കൂടെ അങ്ങനെ പോയി. സ്റ്റേഷനിൽ എത്തിയപ്പോൾ അതാ സർപ്രൈസ് ആയിട്ട് ബോസ്കോൻ്റെ അമ്മയും ഞങ്ങളെ ഫേവറേറ്റ് ജൂനിയറാണ് കേട്ടോ. ശരിക്കും അവളെ പേര് അലീന ബോസ്കോ എന്നാണ്, പക്ഷെ എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടാവില്ല അച്ഛൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കുട്ടി. അങ്ങനെ അലീന എന്നുള്ള പേര് വിളിക്കാതെ ഫുള്ള് ബോസ്കോ ആയി. പിന്നെ ഓളിക്ക് ഇതാ മാംഗോ ഫ്രൂട്ടിയും ചിപ്സും ബിങ്കോ ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ കൊയിലാണ്ടിക്ക് തന്നെ തിരിച്ചു വരികയാണ് കേട്ടോ. കൊയിലാണ്ടി എത്തി. കൊയിലാണ്ടിന്ന് കോക്കലൂർക്ക് ബസ് കയറിയ പച്ച വന്നിട്ടുണ്ടായിരുന്നു കൂട്ടാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള പീടിയാണ് കേട്ടോ ഇത്. ഇവിടെ നല്ല ചൂട് പഴംപൊരിയും ചായയും കിട്ടാൻ. ചായയൊക്കെ കുടിച്ച് റോട്ടുമല ഇങ്ങനെ നിന്നപ്പോൾ അതാ മോനൂസ് ശ്രീനീച്ചു ലിജേട്ടനും കൂടെ ഓരോ വീട്ടിൻ്റെ പണി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അതാ ആടുന്ന് ഓരോ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ ഇതേപോലെ ലീവിനൊക്കെ വരുമ്പോഴേക്ക് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇപ്പം എന്തോ ഒരു സങ്കടം, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.